വെൽക്കം ടു സൈലം ലേണിംഗ്. ഇറ്റ്സ് മീ മുഫീദ. മക്കളെ, എന്തൊക്കെയുണ്ട് നിങ്ങളുടെ വിശേഷം? സുഖാണോ? നമ്മളിപ്പം 8ാം ക്ലാസ്സിൽ എത്തിക്കഴിഞ്ഞല്ലേ? 7ാം ക്ലാസ്സിലെ ആ കുട്ടിക്കളി എല്ലാം മറന്ന് നമ്മളിപ്പോൾ വലിയ ക്ലാസ്സിലായി, ഹൈസ്കൂളിൽ എത്തിക്കഴിഞ്ഞു. ഇതോടുകൂടെ തന്നെ നമുക്ക് പഠിക്കാനുള്ള കാര്യങ്ങളും ഇനി കുറച്ചധികം വലിയ വലിയ കാര്യങ്ങളാണെന്ന് ആദ്യം നിങ്ങൾ മനസ്സിലാക്കണം. അപ്പോൾ നമ്മൾ ഇത്രയും വരെ നമ്മൾ ബേസിക് സയൻസ് എന്ന് പറഞ്ഞ 7th നമുക്കൊരു സബ്ജക്റ്റ് ഉണ്ടായിരുന്നല്ലേ? 8ാം ക്ലാസ്സിലും സെയിം സബ്ജക്റ്റ് നമുക്ക് പഠിക്കാറുണ്ട്. പക്ഷേ ഈ ബേസിക് സയൻസിനെ നമ്മൾ 3ആയിട്ട് ഡിവൈഡ് ചെയ്യാണ്: ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഈ ഫിസിക്സിൽ ഫിസിക്സ് എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷേ ഇതിൽ എന്താണ് പഠിക്കാനുള്ളത്, അല്ലെങ്കിൽ എന്തിനൊക്കെ കുറിച്ചിട്ടാണ് ഇതിൽ പഠിക്കുന്നത് 8ാം ക്ലാസ്സിൽ എന്നുള്ളത് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്. സോ നോക്കാം നമുക്ക് ഫിസിക്സിൽ എന്തൊക്കെ നമുക്ക് പഠിക്കാനുള്ളത് അല്ലേ? അത് പ്രധാനമായിട്ട് നമുക്ക് പഠിക്കാൻ 6 ചാപ്റ്റേഴ്സ് ആണുള്ളത്. അപ്പോൾ ഏതൊക്കെയാണെന്ന് നോക്കിയോ: ഫോഴ്സ് ആൻഡ് പ്രഷർ, ഫ്രിക്ഷൻ, സൗണ്ട്, പിന്നെ ഏതാണ് കെമിക്കൽ എഫക്ട്സ് ഓഫ് ഇലക്ട്രിക് കറണ്ട്, സം നാച്ചുറൽ ഫിനോമിന, ലൈറ്റ്. അങ്ങനെ 6 ചാപ്റ്റേഴ്സ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. ഫസ്റ്റ് ചാപ്റ്റർ ഏതാ നോക്കിയ മക്കളെ? ഏതാണ്? ഫോഴ്സ് ആൻഡ് പ്രഷർ. പേരിൽ തന്നെ ഉണ്ടല്ലേ എന്തിനെ കുറിച്ച് നമ്മൾ പഠിക്കുന്നത്? ഫോഴ്സിനെ കുറിച്ചിട്ടും പ്രഷറിനെ കുറിച്ചിട്ടും. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള, വളരെ രസകരമായിട്ടുള്ള ഒരു ചാപ്റ്ററാണ്. നിങ്ങൾക്ക് എന്തായാലും ഈ ചാപ്റ്റർ പഠിക്കുമ്പോൾ നിങ്ങളുടെ ഒരുപാട് ക്വസ്റ്റ്യൻസിനുള്ള ആൻസേഴ്സ് നിങ്ങൾക്ക് കിട്ടും. അതുപോലെ തന്നെയാണ് 2ാമത്തെ ചാപ്റ്ററും. നിങ്ങൾ റിയൽ ലൈഫിൽ എക്സ്പീരിയൻസ് ചെയ്തപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് ഡൗട്ടുകൾ ഉണ്ടാവും. ഇതൊക്കെ ആരോട് ചോദിക്കും അല്ലേ? നമുക്കത് എക്സ്പ്ലെയിൻ ചെയ്യാനും പറ്റില്ല. പക്ഷെ അങ്ങനെയുള്ള ഡൗട്ടുകൾക്കെല്ലാം ഒരു ക്ലാരിഫിക്കേഷൻ വരുന്ന ഒരു ചാപ്റ്ററാണ് നമ്മുടെ ഫ്രിക്ഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമ്മുടെ വെരി ബ്യൂട്ടിഫുൾ ചാപ്റ്റർ, ഫിസിക്സിലെ തന്നെ നിങ്ങൾക്ക് എൻജോയ് ചെയ്ത് പഠിക്കാൻ പറ്റാവുന്ന ഏതൊരു ചാപ്റ്റർ ഉള്ളതെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് പറയാം അത് സൗണ്ട് എന്ന് പറയുന്ന ചാപ്റ്ററാണ്. ഭയങ്കര രസകരമായിട്ടുള്ള നമ്മുടെ സൗണ്ട് പിന്നിലുള്ള ഫിസിക്സ്, സയൻസ് എല്ലാം നമ്മൾ ഇതിൽ ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ ക്ലിയർ ചെയ്യും. നെക്സ്റ്റ് ചാപ്റ്റർ എന്ന് പറയുന്നത് കെമിക്കൽ എഫക്ട്സ് ഓഫ് ഇലക്ട്രിക് കറണ്ട്. ഇതും കുറച്ചധികം നമുക്ക് എക്സ്പെരിമെൻറ്റ്സ് ഒക്കെ പഠിക്കാൻ പറ്റുന്ന ഒരു ചാപ്റ്ററാണ്. നെക്സ്റ്റ് വൺ സം നാച്ചുറൽ ഫിനോമിന. അടിപൊളി ചാപ്റ്ററാണ്. നമ്മുടെ ലൈറ്റ്നിങ് എങ്ങനെയാണ് ഉണ്ടാകുന്നത്, തണ്ടർ എങ്ങനെയാണ്, ചാർജസിനെ കുറിച്ചിട്ടും അവരുടെ കുറച്ച് പ്രോപ്പർട്ടീസിനെ കുറിച്ചിട്ടും എല്ലാം പഠിക്കും. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നിങ്ങൾക്ക് ഫുൾ മാർക്ക് നേടാൻ പറ്റാവുന്ന ഒരു ചാപ്റ്ററാണ് നമ്മുടെ സം നാച്ചുറൽ ഫിനോമിന എന്ന് പറഞ്ഞ അടിപൊളി ചാപ്റ്ററാണ്. ലാസ്റ്റ് ഏതാണ്? ലൈറ്റിനെ കുറിച്ചിട്ട്. ലൈറ്റിൻ്റെ ഒരുപാട് പ്രോപ്പർട്ടീസ് ഉണ്ട് അല്ലേ? നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ലൈറ്റിനെ കുറിച്ച് കേട്ടിട്ടുണ്ട്. ആ പ്രോപ്പർട്ടീസുകളെ കുറിച്ചിട്ടെല്ലാം നമ്മൾ ബേസിക് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ഇതിൽ പഠിക്കും. അപ്പോൾ ഇത്രയും 6 ചാപ്റ്റേഴ്സാണ് നമുക്ക് പഠിക്കാനുള്ളത്. ആദ്യം തന്നെ പറയട്ടെ, നമ്മളെല്ലാവരും നിങ്ങളെ കൂടെ ഉണ്ടാവും ഫിസിക്സ് എടുത്ത് തരാൻ വേണ്ടിയിട്ട്. ഞാനും വേറെ ടീച്ചേഴ്സും എല്ലാവരും ഉണ്ടാവും. അപ്പോൾ നമുക്ക് എൻജോയ് ചെയ്ത് അടിപൊളിയായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഫിസിക്സ് സെറ്റ് ആക്കണം. അപ്പോൾ നിങ്ങൾക്ക് ഫിസിക്സ് ഇഷ്ടമായോ എന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്ത് അറിയിക്കട്ടോ. നോക്കട്ടെ എത്ര പേർക്ക് ഫിസിക്സ് ഇഷ്ടമാണ്. അടിപൊളിയാണ് മക്കളെ. ഇപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ മാത്രമേ നിങ്ങൾക്ക് പഠിക്കാനുള്ളൂ. അതിലിങ്ങനെ കുറച്ച് അധികം കാര്യങ്ങൾ നമ്മളിങ്ങനെ അടിപൊളിയായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരും. നിങ്ങളത് പഠിച്ചു വെച്ചാൽ മാത്രം മതി. എക്സാം പോയി എഴുതാം, ഫുൾ മാർക്ക് നേടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യാം, നമ്മളോട് പറയാം ഫുൾ മാർക്ക് കിട്ടി. അതാണ് ഞങ്ങളും കേൾക്കാൻ നിൽക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഓരോ ലൈവ് ക്ലാസ്സസിലൂടെയൊക്കെ കാണാം. അപ്പോൾ ബൈ, താങ്ക് യു സോ മച്ച്.